കുരിശുമാല എന്തേ? ആ പിന്നെ അപ്പച്ചൻ പേര് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് വായി വന്ന പേര് ഞാനങ്ങ് പറഞ്ഞു. സിൽവസ്റ്റർ. എന്തോന്ന്? സിൽവസ്റ്റർ. സിൽവസ്റ്റർ സ്റ്റാലോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിൽവസ്റ്റർ. അല്ല ബെന്നിന്നോ ജോണിക്കുട്ടി എന്നൊക്കെ മതിയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞുപോയി. അപ്പച്ചൻ്റെ പേര് ഗ്രിഗോറിയ സൽസലാവോസ്. ഗ്രിഗറി എന്ന് വിളിക്കും. ഒപ്പത്തിനൊപ്പം നിൽക്കണ്ടേ? അപ്പച്ച ദേ ഇതാ സിൽവസ്റ്റർ. ആഹാ എത്തിയോ? വരുമെന്ന് ഇവള് പറഞ്ഞായിരുന്നു. ആള് ഞാൻ വിചാരിച്ചേക്കാൻ മിടുക്കനാണല്ലോ. അതെ, അനാഥാലയത്തിൽ വളർന്നതെന്ന് പറയത്തേ ഇല്ല. ഒന്നും ആലോചിച്ചാ ആരാ മോനെ അനാഥരല്ലാത്തത്? എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു. അപ്പം ഞാൻ അനാഥനല്ലേ? ജീവിതത്തിലെ വലിയൊരു തത്വം അപ്പച്ചനിപ്പോൾ പറഞ്ഞത്. ഒന്ന് അനുഗ്രഹിച്ചേ. കണ്ടോ അച്ഛന്മാർ വളർത്തിയതിൻ്റെ ഗുണം. ഒരച്ഛനെടുത്ത് വളർത്തിയതാന്ന് ഞാൻ പറഞ്ഞു. ഇതിവിടെ താഴെയുള്ള എനിക്കറിയാം, സിലോണ. സിലോണയല്ല, സെലീന. ആ സെലീന, നല്ല ഉഗ്രം പേര്. 10ാം ക്ലാസ്സിലല്ലേ? അല്ല 9. അമ്മച്ചിയുടെ അകത്ത് കയറിയിരിക്കും മോനെ. അതേട്ടാ ഒരു അമ്മച്ചിയുടെ മോനെ വിളി ഞാൻ കേൾക്കുന്നു. അനാഥനല്ലേ? ഒരു കണക്കിന് അനാഥനായ നന്നായി. സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ വേറെ ആർക്കും ചെലവിന് കൊടുക്കണ്ടല്ലോ. അതെ, എല്ലാം കർത്താവിൻ്റെ കാരുണ്യം. നീ പോയി മെഴുതിരി സിൽവിമോൻ കയറി ഇരിക്കേട്ടാ, ഞാൻ കൈയും കാലം കഴിയിട്ട് വരാം. സെൽവി ചായ. എന്ത് ചായ? ചായ അല്ല, ഇച്ചായനെ വിളിച്ചതാ സെൽവി ചായ എന്ന്. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. അമ്മച്ചി സലോമി എന്നെ വിളിച്ചു, ഹലോ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കരച്ചിലാണ് കേട്ടത്. എന്താ ഉണ്ടായത്? സലോമിയോട് അവള് കിടപ്പാ മോനെ. ഒന്നും കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല. എന്താ കാര്യമെന്ന് പറ. അവളുടെ ജർമ്മനി പോക്ക് മുടങ്ങി. അയ്യോ, വിസയ്ക്ക് ഒരു 3 ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ടായിരുന്നു. ഈ വീട് സ്ഥലവും ബാങ്കിൽ പണയം വെക്കാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ആധാരം ബാങ്കുകാരെ കാണിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സലോമിയുടെ അപ്പച്ചൻ്റെ ഒരു പെങ്ങള് കന്യാസ്ത്രീയാ, ഇറ്റലിയിൽ. സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവരുടെ ഒപ്പില്ലാതെ ബാങ്കുകാർ പണം തരില്ല. എന്നിട്ട് ഇറ്റലി വിളിച്ചില്ലേ? വിളിച്ചു, അവൾ വന്ന് ഒപ്പിടാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ വരാൻ 1 മാസം കഴിയും. അവിടെ പോപ്പിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുക അത്രേ. അപ്പോഴേക്കും വിസയുടെ കാലാവധി തീരും. 3 ലക്ഷം വേണമല്ലേ? മോൻ വ്യാകുലപ്പെടുവൊന്നും വേണ്ട, കർത്താവ് കനിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി. സലോമി കരയാതിരിക്കുക. അവൻ എളുപ്പത്തിൽ കിട്ടുന്ന വിഷയമൊന്നുമില്ലല്ലോ, അത് കളയാൻ പാടില്ല. ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ. അമ്മച്ചി വിളിച്ചെഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അവനെ ഒന്ന് തന്നെ എന്താ പറ്റി? നമുക്കൊരു കൂട്ടപ്രാർത്ഥന നടത്തിയാലോ? അന്നത്തെ പ്രാർത്ഥനയെ അത് വർക്കൗട്ട് ആയിട്ടില്ല. ഞാനൊന്ന് പോയിട്ട് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണുള്ള പ്രാർത്ഥന. എൻ്റെ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിൻ്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് മരിക്കും. അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു. എന്താ പ്രതിഭ? അമ്മ ദൈവം ജർമ്മനിക്ക് പോകുന്നു, നഴ്സിൻ്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ. ഈശ്വരാ, നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാതെ. നിനക്ക് എന്തു പറ്റി പ്രകാശ? തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി. അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളമേ കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പോൾ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ അമ്മയ്ക്ക് കാണണം. നീ 2 കാലം നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ. ഒന്നിലും പണ്ടേ സംസ്കാരമില്ല. എടാ ബൈക്ക് വെച്ചാലും പിന്നെ വേണ്ട പണം. കിട്ടുന്നതാവട്ടെ. എടാ
നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്കൊരു പ്രശ്നമാണോ? 10 പൈസ കിട്ടില്ല. അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ. എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എടാ, നമ്മുടെ ആ മാവുങ്കല കേശവനാരല്ലേ, ആ, പുള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഈട് കൊടുക്കാൻ വീടും സ്ഥലമൊക്കെ കൂട്ടുസ്വത്താ. അമ്മയത് തരില്ല. പക്ഷേ കേശവനാര് വീണ വായിക്കണം. ഇവന് പ്രാണവേദനല്ലേ? ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്തെല്ലാരും കൂടെ? കേശവേട്ടനെ ഒന്ന് കാണാമെന്നോ? അയ്യോ, ചേട്ടൻ മൂന്നാറിൽ ഭൂമി കയ്യേറാൻ പോയേക്കുവാ. ഭൂമി കയറാൻ? അതെ. അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ? റിസ്ക് അല്ലേ? ഏയ്, വലിയൊരു കുരിശും കൊണ്ടാ ചേട്ടൻ പോയേക്കുന്നത്. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച് അളിയനെ ചെന്ന് കാണുക വഴിയുള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലടാ. എന്നാലൊന്ന് മുട്ടി നോക്കാമല്ലേ? മുട്ടി നോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഉച്ചയിച്ചില്ലേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. നീയായിരുന്നോ? ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ കയറി വിളിച്ചതാ. സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്നു, എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല. അപ്പം തന്നെ 5 ലക്ഷം രൂപ എഴുതി കൊടുത്തു. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഓ, എന്ത് സുഖം. ഈ വീടിൻ്റെ പണി കഴിയുന്നതിന് വരെ ഭയങ്കര ടെൻഷനാണ് എൻ്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിൻ്റെ മോഡലിലാണ് പണിയുന്നത്. വസന്തേട്ടന് കപ്പൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ നിനക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലേ? ചേച്ചിയുടെ ഒരു ജോലി ശരിയായിട്ടില്ല ചേച്ചി. ഉഗ്രൻ ജോലി ജർമ്മനിയിൽ. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം. എങ്ങനെ? ചേച്ചിക്ക് കാശ് ശരിയായിട്ടില്ല. ഒരു 3 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് നീ ഇങ്ങോട്ട് വരായിരുന്നു? ഇന്നലെ എറണാകുളത്ത് നിൽക്കുക. അത് എൻ്റെ കുറ്റമാണോ? എടാ, ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് അപ്പം തന്നെ അഡ്വാൻസും കൊടുത്തു. ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്. ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുക. നീ ചെല്ല്. ലംബോർഗിനിയെ പറ്റിയാണ്. നീ ബൈക്ക് വിറ്റു അല്ലേ? പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ലിത്. നിന്നെ തീരെ വിശ്വാസമില്ലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് ശരിക്കും വിസ കിട്ടുമോ? എൻ്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. അതും നീ പലതവണ ചെയ്തതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു.